ഞാൻ എന്തായാലും വിളിച്ചു നോക്കാം, തെളിവ് ഹലോ. കൊണ്ടുപോവാം. അഖിലേ, എവിടെയാടാ? ഞാൻ വീട്ടില. ഞാൻ ലൈവാണേ. എന്റെ ഫോൺ പോയി. കോൾ ചെയ്യുന്നേ. കേക്കാം, ക്ലിയർ ആണോ? കേക്കാം. നീ ലൈവ് ആണെന്നുണ്ടോ? ആ, ഓക്കെ. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. നിനക്ക് ഫസ്റ്റ് അവിടെ എത്രയായിരുന്നു സാലറി? നീ നിന്റെ ഒരു ഇതൊന്ന് ഇവരോടൊന്ന് പറഞ്ഞു കൊടുക്കാവോ? ഫസ്റ്റിനോടത്ത് മാനേജർ പറഞ്ഞു 18. മാനേജർ എന്ന് പറഞ്ഞാൽ തൊപ്പിയല്ലേ? അല്ല, റാംബോ അല്ലേ? സോറി. അറിയാലോ. എന്നോട് 18 പറഞ്ഞു. പിന്നെ ആ സമയത്ത് അവിടെ വർക്ക് ഇതില്ലായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് 8. അത് കഴിഞ്ഞ് പിന്നത്തെ മാസം പിന്നെ എനിക്ക് സാലറി കുറവാണ്, ഞാൻ ഇറങ്ങുവാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. ലൈക്ക് അപ്പൊ ആ മാസത്തെ അന്ന് എനിക്ക് 12. പിന്നെ ഞാനിങ്ങനെ പോരുവാന്ന് പറഞ്ഞു. ലൈക്ക് നീയും ഡാനിയും കൂടി, നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് ഇതാക്കി. അപ്പൊ ഡാനിയും വന്നല്ലോ, അതൊക്കെ ലൈവിലുണ്ട്. ഞാൻ ഇറങ്ങിയപ്പോഴല്ലേ ഡാനി വന്നേ? നീ ഇറങ്ങി. ഓക്കെ. നീ ഇറങ്ങിയതിന് ശേഷമാണ് ഡാനി വരുന്നത് അല്ലേ? ഓക്കെ. ഞാൻ പറഞ്ഞു ബ്രേക്ക് എടുക്കുക പറ്റുന്നില്ല. ലൈക്ക് ആ സമയത്ത് പ്രഷറും ഉണ്ടായി, വീട്ടിലും സീനാണ്, അറിയാലോ. അപ്പൊ പിന്നെ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവനെ വിളിച്ചു, നിനക്ക് എത്ര ആളാ ചോദിച്ചു. ഞാൻ പറഞ്ഞു 25 വേണം. അപ്പൊ എനിക്ക് 22.500 വെച്ച് തന്നു. ലൈക്ക് അതിന്റെ അകത്ത് ഇപ്പൊ 22. ഞാൻ നേരത്തെ ജോലി എടുത്ത് എനിക്ക് 22 ഉണ്ടായിരുന്നു. ജയിക്കണ്ടായിരുന്നു. പിന്നെ എനിക്കിപ്പോ അത് കഴിഞ്ഞ് എന്താ പറയാ 22 അങ്ങനെ 3 മാസം നിന്നു. പിന്നെ ആരും ഇല്ലാണ്ട് ഞാൻ അവിടെ വന്നിട്ട് കാര്യമില്ലല്ലോ, കാരണം അത് ശരിയല്ല. ഒട്ടും ശരിയല്ല. അവിടെ ഞാൻ പോകുന്നു. ഞാൻ ഇപ്പൊ ഇവിടെ നല്ല സൂപ്പറായിട്ട് പണിക്കൊക്കെ പോയി ഇങ്ങനെ. അതാടാ സമാധാനം. അതിൽ സമാധാനം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ നൈസായിട്ട് വെൽഡിങ് പണിക്കൊക്കെ പോയി. അല്ല, ഈ പറഞ്ഞ സംഭവം തൊപ്പി നമ്മളെ കുറിച്ച് നിന്നോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ, നിന്നോട് ലാസ്റ്റ് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, നീ നമ്മുടെ കൂടെ നിൽക്കുന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തോ നീ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതെന്താന്ന് അതൊന്ന് പറയാമോ? ഞാൻ മറന്നുപോയി. അതിനകത്ത് നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെന്ന് തോന്നി, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് അവിടെ എന്തായിരുന്നു നമുക്കുണ്ടായ നീ നമ്മുടെ കൂടെ ഉണ്ടായ ഒരാളല്ലേ, അപ്പൊ നിനക്കറിയാലോ എന്തായിരുന്നു നമുക്ക് ഇതായ കാര്യങ്ങൾ. നീ ഒന്ന് പറ. അതിപ്പം എനിക്കുണ്ടായതന്നെ മനസ്സിലായില്ലേ? എനിക്കുണ്ടായത് 8 രൂപ. അല്ല നമുക്ക് അതും ഇല്ല, പൈസന്റെ അല്ല ഞാൻ പറയുന്നത്, അതല്ലാതെ ബാക്കി കാര്യങ്ങൾ പറ. ഐ തോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സാലറി ഉണ്ട്, നിങ്ങളെല്ലാരും സെറ്റ് ആണ്, ലൈക്ക് എല്ലാരും ലൈഫിൽ അടിപൊളി സെറ്റപ്പ് എന്ന് പറഞ്ഞാണ് കയറിയത്. ലൈക്ക് എനിക്ക് തുപ്പിയുടെ ഒന്നും വിരോധം ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ കാണിച്ചത് മോശമുണ്ട്, തെറ്റുണ്ട്. എല്ലാരും പാമ്പര ഭാഗത്തോട്ടുണ്ട്, എല്ലാവരുടെ ഭാഗത്തോട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും. നമ്മള് ചെയ്ത തെറ്റെന്താന്ന് പറയാമോ? നിങ്ങളുടെ ഭാഗത്തുനിന്നല്ലേ ഞാൻ പറഞ്ഞേ. മേ ബി ട്രസ്റ്റ് ആയിരിക്കാം നിങ്ങളുടെ ഭാഗത്ത്. അതിലിപ്പോ പിന്നെ നിങ്ങളോട് ലൈക്ക് പേയ്മെന്റ് ഇല്ലാണ്ട് നിങ്ങൾ നിൽക്കുന്ന എനിക്ക് 8 ഉണ്ടായിട്ടും എനിക്ക് പറ്റുന്നില്ല. 25 എനിക്ക് പറ്റുന്നില്ല. അപ്പൊ നിങ്ങളെല്ലാവരുടെ ഫാമിലിയുടെ ആവശ്യം അവർ നിറവേറ്റുന്നുണ്ട്. ലൈക്ക് ഒരു കമ്പനി ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വം അല്ലത്, അത് ചെയ്തു വരുന്നില്ല. അത് കണ്ടപ്പോ എനിക്കും ബുദ്ധിമുട്ടുണ്ട്, പേഴ്സണലി എനിക്കും ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവരും പറഞ്ഞു. ക്ഷമയോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ, പൈസ ഇല്ലാണ്ട് ഞാൻ നിൽക്കുന്നത്. ലൈക്ക് ഒരു തവണ അല്ല നീ ചോദിച്ചത്, നീ ഒരു 100 തവണ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊക്കെ ഞാൻ നിന്നോട് പറഞ്ഞ ഇതൊന്ന് നീ പറയാവോ? ശരിയാവുമായിരിക്കും, തരും, രക്ഷപ്പെടും, ശരിയാവും, കിട്ടും. ആ വിശ്വാസത്തില് ഞാൻ പോയി ചോദിച്ചതാണ് അവനോട്. ആ വിശ്വാസത്തിലാണ് ഞാൻ പോയി ചോദിച്ചത്. നീ ഉണ്ടോ ആ ദിവസം? നീ ഉണ്ടോ? ഞാൻ ലൈവ് കഴിഞ്ഞ് രാത്രി അവന്റെ ഡോറിൽ പോയി മുട്ടുമ്പോ നീ ഉണ്ടോ? ആണോ? ഓക്കെ. അപ്പൊ എന്നിട്ട് ഞാൻ നിന്നോട് വന്ന് പറഞ്ഞോ? എന്താ ഞാൻ മറന്നുപോയി അത്. അന്ന് രാത്രി തന്നെയാണല്ലോ ഞാൻ പോകുന്നത്. അന്ന് രാത്രി തന്നെ ഞാൻ പോകുന്നത്. അതെ. അവനോട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ സിസ്റ്ററിന്റെ മാരേജ് ആണ്. നീ അതെ
ഞാൻ വിചാരിച്ചത് അഖിലെ എന്നാ ശരിയടാ. ആ ഓക്കെ ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൻ എനിക്ക് ഇപ്പോൾ പൈസ തരുന്നില്ലെങ്കിലും ഇപ്പോൾ ഓൻ എനിക്ക് പൈസ തരുന്നില്ലെങ്കിലും നിങ്ങൾ ചിന്തിക്കാം, ഓന് പല ആൾക്കാർക്കും പല എന്താ മറ്റേ താത്തകൾക്കെല്ലാം ഒരു ഫോൺ മേടിച്ചു കൊടുത്തില്ലേ, അങ്ങനെയൊക്കെ നിങ്ങൾ ചിന്തിക്കാം ഗൈസ്. അതൊക്കെ കണ്ടൻറ്റാണ്. ഓൻ ഒരാൾക്ക് ഒരു 50 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഒരു 100 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ക്യാമറൻ്റെ മുമ്പിലല്ലാതെ ഓൻ ഒരാൾക്ക് 100 രൂപ കൊടുക്കുന്നത് ഞാൻ ഇന്നേ വരെ കണ്ടില്ല. വെയ്യോര കച്ചവടക്കാരുണ്ടല്ലോ, വെയ്യോര കച്ചവടക്കാരെടുത്തു നിന്ന് മറ്റേ ഇതുണ്ടല്ലോ പേരക്ക, ഓന് പേരക്ക കൂടുതൽ ഇഷ്ടമാണ്. പേരക്ക ഓന് കിലോ 80 രൂപ പറഞ്ഞു കഴിഞ്ഞാൽ 60 രൂപ കൊടുത്തിട്ട് ഓനത് വാങ്ങും. മനസ്സിലായോ? നമ്മളൊരു ചായ കുടിച്ചു കഴിഞ്ഞാൽ ഒരു ചായ കുടിച്ച് ഒരു 2 കടിയോ 3 കടിയോ കൂടുതലായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഓൻ റാംബോനെയോ മുനുവിനെയോ ഇവരാണ് ഓൻ്റെ ഫിനാൻഷ്യലോ ഈ പറഞ്ഞ പോലെ പൈസൻ്റെ കാര്യങ്ങൾ നോക്കുന്ന ആൾക്കാർ. ഓൻ അവരെ തെറി വിളിക്കും. മനസ്സിലായോ? നമ്മൾ 2 കടി കൂടുതൽ എടുത്തതിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത് കൂടുതൽ ഇതാക്കിയതിന് ഓന് തെറി വിളിക്കും. നമ്മളല്ല കേട്ടോ വിളിക്കുക, നമ്മളല്ല വിളിക്കുക, റാംബോനെയോ തൊപ്പീനെയോ നമ്മളെ മുമ്പിൽ വെച്ച് തെറി വിളിക്കും. എന്ത് ഈ പറഞ്ഞ പോലെ മര്യാദയ്ക്ക് പൈസ ചിലവാക്കാൻ അറിയണോടാ, അല്ലാണ്ട് കണ്ട ഇവന്മാർ വാങ്ങി തിന്നതിനെല്ലാം പൈസ കൊടുത്തിട്ട് വരാനല്ല നിന്നെല്ലാം ആക്കിയതെന്ന് പറയും. മനസ്സിലാവും? അതൊക്കെ ഓക്കെ, അതൊക്കെ ഓൻ്റെ എന്താ പറയുക ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കണക്കാക്കാം. ഈ പറഞ്ഞ പോലെ ഓന് നമ്മളെല്ലാവരെയും പോറ്റുന്നുണ്ട്, നമുക്ക് എല്ലാവർക്കും കിടക്കാനൊരു സ്ഥലവും തരുന്നുണ്ട്, നമുക്ക് കഴിക്കാൻ 3 നേരം ഫുഡും തരുന്നുണ്ട്. ഫുഡ് 2 രീതിയിലാണെങ്കിൽ പോലും ഓൻ തരുന്നുണ്ട്. മനസ്സിലാവും? അത് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഇതിലും അങ്ങനെയൊക്കെയാണ് നമ്മൾ പോയത്. പിന്നെ ഞാൻ ചിന്തിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പല ആൾക്കാരോടും പലതും ചെയ്തിട്ടുണ്ട്. ഈവൻ അച്ചായനോട് പോലും, അച്ചായൻ്റെ ഇതായപ്പോൾ പോലും ഓൻ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലും ഞാൻ ഞാൻ വിചാരിച്ചു എന്നോടല്ലല്ലോ, അല്ലെങ്കിൽ നമ്മളോടല്ലല്ലോ, നമ്മളൊരു ഫാമിലി അല്ലേ, നമ്മൾ ഓൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, നമ്മൾ ഓൻ്റെ കൂടെയുള്ള ആൾക്കാരല്ലേ. അപ്പോൾ നമ്മളോട് അങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. ഒന്നാമത് എന്നോട് അങ്ങനെ ഒരിക്കലും ഓൻ ചെയ്യൂലല്ലോ, എന്നോട് അത്രയും ബോണ്ടുള്ളതല്ലേ, എന്നോട് അങ്ങനെ ഓൻ ചെയ്യൂലല്ലോ. അങ്ങനെ അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറില്ല ഗൈസ്. ഞാൻ ആടെ സ്റ്റക്കാ. മനസ്സിലാ? ഞാൻ ആടെ സ്റ്റക്കാ. അതിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ ചിന്തിക്കാറില്ല. കോൾ മോനും അതിൻ്റെ അപ്പുറത്തോട്ടേക്ക് ഞാൻ ചിന്തിക്കാറില്ല. കാരണം ഞാൻ വിചാരിക്കും ഈ പറഞ്ഞ പോലെ ഓന് എന്തായാലും എനിക്കൊരു ആവശ്യം വരുമ്പം ഓൻ്റെ കൂടെ ഉണ്ടാവും. ഓൻ എന്തൊക്കെ ഈ പറഞ്ഞ പോലെ പൈസ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ ഒരു കാരണം ഉണ്ടാവും. മനസ്സിലാവും? ഓന് വീട്ടിൻ്റെ ചിലവ് ചുരുക്കേണ്ട ഭാഗമായിട്ടും നമ്മൾ അധികമായിട്ട് ചിലവാക്കുന്നത് കൊണ്ടും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറുപ്പിയുള്ള ആൾക്കാരാണെങ്കിലും 5 ഉറുപ്പ്യ ലാഭിക്കാൻ പറ്റുന്നിടത്ത് ലാഭിക്കാൻ നോക്കും. നമ്മൾ മലയാളികളാണ്. മനസ്സിലാവും? അപ്പോൾ അങ്ങനെയൊക്കെ ആണെന്നൊക്കെ തന്നെയാണ് ഞാൻ വിചാരിച്ചത്. അൺടിൽ ഈ പറഞ്ഞ പോലെ എൻ്റെ പെങ്ങളുടെ സിസ്റ്ററിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ 2 ദിവസം മുമ്പ് അങ്ങനെ ആ ഒരു ടൈമിൽ ഞാൻ ഈ പറഞ്ഞ പോലെ പൈസ ചോദിച്ചപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ ശരിക്കുള്ള ഇത് ഇവൻ നമ്മളോട് മാത്രം ഇതുള്ളതല്ല, എല്ലാവരോടും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. 54,000 ഫൈൻ. ആ ഫൈൻ അടച്ച പൈസ ഇവിടെ ഒരാളുണ്ട്, ആ വണ്ടീൻ്റെ ഓണർ ഇവിടെ ഉണ്ട്. മനസ്സിലാവും? തൻസി എന്ന് പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. തൻസി എന്ന് പറയും. നിങ്ങൾക്ക് എത്ര പേർക്ക് അവനെ അറിയാമെന്നറിയില്ല. പണ്ടത്തെ ക്യാമറമാനാണ് അവന്. ഓൻ്റെ പേരിലാണ്. നിങ്ങൾക്ക് ആ വണ്ടീൻ്റെ നമ്പർ ഉണ്ടെങ്കിൽ ആ വണ്ടീൻ്റെ നമ്പർ, ആ ലൈവ് എടുത്ത് നോക്കിയാൽ ആ വണ്ടീൻ്റെ നമ്പർ നിങ്ങൾക്ക് കാണാം. ആ വണ്ടീൻ്റെ നമ്പർ നിങ്ങളതിൽ മറ്റേ ഇത് ആപ്പ് ഉണ്ടാവുമല്ലോ, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആപ്പ് ഉണ്ടാവുമല്ലോ, അതിൽ നിങ്ങൾ കയറി അടിക്കുക. ആ വണ്ടീൻ്റെ ഓണർ ആരാന്ന് നിങ്ങൾ നോക്കുക. ആ വണ്ടീൻ്റെ ഓണർ ഈ പറഞ്ഞ തൻസി എന്ന് പറഞ്ഞ ആളാണ്. മനസ്സിലായോ? തൻസി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആ വണ്ടീൻ്റെ ഓണർ. ഓനിവിടെ ഉണ്ട്. മനസ്സിലായോ? ഓനൊരു 4-5 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. ഓനിപ്പോൾ ഊബർ ഓടിച്ചുകൊണ്ട് നിൽക്കാം ഇവിടെ കൊച്ചിയിൽ. ബാംഗ്ലൂരായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത്. ഓൻ അവിടെ നിന്ന് ഇറങ്ങിയതിനുള്ള റീസൺസ് വേറെ ഉണ്ട്, അത് വേറെ കാര്യം. അതൊന്നും പറയാൻ താല്പര്യമില്ല. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അധികം ഇതല്ല. പക്ഷേ എനിക്ക് എന്നെ വിശ്വസിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് അവരെ തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഈ പറഞ്ഞ പോലെ കുര്യാക്കോസിന് PS5 കയ്യിലുള്ള ഒരാളാണോ ചായ കുടിക്കാൻ 50 രൂപ എന്നോട് ചോദിക്കുന്നത്? അല്ലെ PS5 എന്ന് പറഞ്ഞൊരു സാധനം അവൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു വ്ളോഗോ അതൊരു ലൈവോ ആക്കി ഇടാതെ ഒരാൾക്കും ഒരു സാധനവും അവൻ കൊടുക്കാൻ പോകുന്നില്ല. അവൻ കൊടുക്കൂല. മനസ്സിലാവും? ഓൻ അങ്ങനെ കൊടുക്കൂല. ഓനത് കൊടുക്കണമെങ്കിൽ ജാസി TV ഇഷ്യൂ
ഗൈസ് ഞാൻ അധികം ഒന്നും ഞാൻ നിങ്ങൾക്ക് നിങ്ങളെ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങളെ ഇത് പറയാൻ വേണ്ടിയിട്ടോ ഓനെ താത്തി ഇതാക്കാനോ ഞാൻ പറയില്ല. എനിക്ക് എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഉള്ളിൽ അത്രയും വിഷമമുണ്ട്. ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ പോലും എനിക്ക് അത്രയും ഉള്ളിൽ വിഷമമുണ്ട്. കാരണം ഞാനും ഓനെ അങ്ങനെ കണ്ടതാടാ, മനസ്സിലായോ? ഞാനും ഓനെ അങ്ങനെ കണ്ടതാ. അത് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല. ഞാനും ഓൻ അങ്ങനെയായിരുന്നു കണ്ടത്. ഓൻ എന്നെ അങ്ങനെയല്ല കണ്ടത് എനിക്ക് മനസ്സിലായത് ഈ പറഞ്ഞ പോലെ എനിക്കൊരാവശ്യം വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. ഓൻ എന്നോട് എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് എനിക്കൊരാവശ്യം വന്നപ്പോൾ മനസ്സിലാവും. ഓൻ്റെ ഫസ്റ്റ് തൊട്ട് ഓൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ തൊട്ട് ഞാൻ ക്യാമറയുടെ മുമ്പിൽ ഇല്ലാന്നേ ഉള്ളൂ. പണ്ട് തൊട്ട് അറിയുന്നവർക്കറിയാം, ക്യാമറയുടെ മുമ്പിൽ ഞാൻ വരാറില്ലെങ്കിലും പണ്ട് തൊട്ട് ഞാൻ അവൻ്റെ കൂടെ ഉള്ളതാണ്, മനസ്സിലാവും. അപ്പം ഞാനൊരിക്കലും വിചാരിച്ചില്ല എനിക്കൊരു സിറ്റുവേഷൻ വരുമ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു കാര്യം വരുമ്പം ഒരിക്കലും ഓനങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിച്ചില്ല. കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനും ഓനെ കാണുന്ന ഒരു രീതിയുണ്ട്. ഞാൻ വിചാരിച്ചു ഓനെ എന്നെ കാണുന്ന ആ രീതിയിലായിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത്, മനസ്സിലായോ? ഓൻ എന്നെ കാണുന്ന രീതിയിലായിരിക്കും ഓൻ എന്നെ തിരിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചു. അതാണ് എനിക്ക് പറ്റിയ തെറ്റ്, മനസ്സിലായോ? അതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എൻ്റെ എല്ലാ പറപ്പുകേടിനും ഓൻ്റെ പറപ്പുകേടിനും എൻ്റെ പറപ്പുകേടിനും ഓനും എല്ലാം കൂടിക്കൊണ്ട് അത്രയും ബോണ്ടായിരുന്നു കഴിച്ചു, മനസ്സിലായോ? അത്രയും ബോണ്ടായിരുന്നു. നിങ്ങൾക്ക് ആ ലൈവിലൊക്കെ അത് നിങ്ങൾക്ക് നമ്മൾ തമ്മിലുള്ള ബോണ്ട് ഫീൽ ചെയ്യണമെങ്കിൽ അത് റിയലാ, അത് ഫേക്കല്ല. നമ്മൾ തമ്മിലുള്ള ബോണ്ട് റിയലാ, മനസ്സിലായോ? നമ്മൾ തമ്മിലുള്ള ബോണ്ട് എനിക്ക് റിയലായിരുന്നു. ഓൻ്റെ എന്താണെന്ന് എനിക്കറിയില്ല, എനിക്ക് റിയലായിരുന്നു. എനിക്ക് റിയലല്ലാതെ എനിക്ക് നിൽക്കാൻ പറ്റൂല, മനസ്സിലായോ? എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട്. നിങ്ങൾ കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഷമീർ ഇപ്പോൾ പഴയ പോലെ അല്ലല്ലോ, പഴയ പോലെ വാ ഷമീറെ, പഴയ പോലെ ഹാപ്പി ആയിട്ട് വാ. ഇപ്പം മൊത്തം സാഡാ, പഴയ പോലെ വാ, പഴയ ഷമീറായിട്ട് വാന്ന് നിങ്ങൾ പഴയ ആൾക്കാർ എന്നോട് പറഞ്ഞ കാര്യമുണ്ട്. പഴയ ഷമീറായിട്ട് വരാൻ പറ്റൂല ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, പഴയ ഷമീറായിട്ട് വരണമെങ്കിൽ ഈ പറഞ്ഞ പോലെ പഴയ ഇത് ഉണ്ടായിരുന്നു, മനസ്സിലായോ? പഴയ ഒരു ബോണ്ട് ഞാനും അവനും ഉണ്ടായിരുന്നു. ആ ബോണ്ട് പോയി. ഇത്രയും കാലം കൂടെ നടന്നവൻ ഈ പറഞ്ഞ പോലെ കൂടെ കൊണ്ട് നടന്നതും നമ്മളെ ഉപയോഗിക്കാനായിരുന്നു, നമ്മളെ വെച്ച് പൈസ ഉണ്ടാക്കാനായിരുന്നു എന്നും അറിഞ്ഞപ്പോൾ തൊട്ട് ഈ പറഞ്ഞ പോലെ ബോണ്ട് പോയി, മനസ്സിലായോ? ബോണ്ട് പോയി എന്ന് മാത്രമല്ല ഈ പറഞ്ഞ എല്ലാ ഇതും പോയി. പിന്നെ എങ്ങനെ ഞാൻ ആ പഴയ ഷമീറായിട്ട് നിങ്ങളെ മുമ്പിലേക്ക് വരും? എങ്ങനെ ഞാൻ വരും, മനസ്സിലായോ? എങ്ങനെ ഞാൻ അതിൽ വരും? അതുകൊണ്ടാണ് എനിക്ക് പഴയ ഷമീറായിട്ട് വരാൻ പറ്റാത്തത്, അല്ലാണ്ട് വേറൊന്നുമല്ല. ഞാൻ പറഞ്ഞല്ലോ ബ്രദർ, ഇതൊന്നും ഞാൻ എൻ്റെ ഇതാക്കാനുള്ള കുറച്ച് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി മാത്രം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയും. ഇതൊന്നും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാകാൻ പോകുന്നില്ല. അതിൽ നിങ്ങൾക്ക് തെറ്റില്ല ഗൈസ്. ഇത് കാണുന്നത് നിങ്ങൾക്ക് തെറ്റില്ല. കാരണം എന്താ അറിയോ? ഈ പറഞ്ഞ സ്ക്രിപ്റ്റ് ഒന്നും അഭിനയം എന്നും പറയുന്ന ആൾക്കാർക്ക് പൈസൻ്റെ വില എന്താണെന്നോ, ഈ പറഞ്ഞ പോലെ സുഹൃത്തിൻ്റെ വില എന്താണെന്നോ, ഈ സുഹൃത്ത് ചതിക്കുന്ന വില എന്താണെന്നോ, ഈ പറഞ്ഞ പോലെ നമ്മളെ മെൻ്റലി അബ്യൂസ് ചെയ്യുന്നതിൻ്റെ ഇതെന്താണെന്നോ ഇതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലാത്ത പ്രായമായിരിക്കാം. ഒന്നിക്കൽ നിങ്ങളുടെ പ്രായം അങ്ങനെ ആയിരിക്കാം, നിങ്ങളുടെ പ്രായം അങ്ങനെ ആയിരിക്കാം. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഇതുപോലെ ഇതെല്ലാം അങ്ങനെ തോന്നാനുള്ള കാരണം. നിങ്ങളുടെ പ്രായം അതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ അങ്ങനെ ആയിരിക്കും കാണുന്നത്. നിങ്ങൾ അങ്ങനെ കണ്ടോ? എനിക്ക് അതിൽ യാതൊരു കുഴപ്പമില്ല, മനസ്സിലായോ? നിങ്ങൾ അങ്ങനെ കണ്ടോ? അത് എനിക്ക് ഇതൊന്നല്ല. നിങ്ങൾ ഇതുപോലെ കണ്ടോ? മുനു വെയിറ്റ്, നിങ്ങളെല്ലാം മുനു എന്താ നിങ്ങളൊന്ന് പറഞ്ഞേ. മുനു എന്താ? അല്ലെങ്കിൽ മുനു അങ്ങനെയുള്ള വ്യക്തിയാണ്. നിങ്ങൾ ഇത്രയും കാലമായിട്ട് കാണുന്നല്ലേ? ഓൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും പോലീസ് സ്റ്റേഷനിൽ പിടിച്ചപ്പോൾ ഓനെ ഇറക്കാനും എല്ലാം കൂടെ ഉണ്ടായ ആളല്ലേ. മുനുവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത്? എങ്ങനെയൊന്ന് കാണുന്നത് അതൊന്ന് പറ. സ്ക്രീൻ വലുതാക്കണം, ഞാൻ ഇത് വലുതാക്കും, ഫേസ് ക്യാം വലുതാക്കും. ഓക്കെ, മുനുവിനെ എങ്ങനെയാണ് നിങ്ങൾ കാണുന്നത് അതൊന്ന് പറഞ്ഞേ. ബെസ്റ്റ് ഫ്രണ്ട്, പാവം, ജെമ്മ്, ഗുഡ് പേഴ്സൺ, പാവം, ഗുഡ് അല്ലേ? മുനു ഈസ് എ ജെം, മുനു ഈസ് പ്യുവർ, പാവം അല്ലേ? ആ മുനു ഒരാളടുത്ത് ചൂടാവണമെങ്കിൽ അയ്യോ ഇത് കാണിക്കാൻ നമ്പർ ലീക്കാവും. ആ മുനു ഞാൻ ഇത് ഫോണ് കണക്ട് ചെയ്യാൻ ഞാൻ കേൾപ്പിച്ചു തരാം. ഇത് മുനു അറിയില്ല കേട്ടോ ഈ സംഭവം.
ഇത് നമ്മൾ എടുത്തത് മുന്നും അറിയില്ല. എനിക്കറിയാം നാളെ നിങ്ങളിത് സ്ക്രിപ്റ്റ് ആണെന്നും ഇതാണെന്നും നമ്മൾ തെളിവില്ലാതെ നമ്മൾ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നമ്മളെ കൊല്ലുമെന്ന് എനിക്കറിയാം. ഞാൻ ജസ്റ്റ് ഫസ്റ്റ് ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് അനുഭവിക്കുന്ന കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. ഇത്രയും കാലമായിട്ട് കുറച്ച് ഇതാകാത്ത കാര്യങ്ങളും കൂടി ലീക്കായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഫോൺ ഞാൻ കണക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത്. അതാ മനസ്സിലായോ? ഫോൺ ഞാൻ കണക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് അതാ. പുല്ല് ഇതൊന്നും എനിക്ക് ഇതാക്കാൻ താല്പര്യമില്ലായിരുന്നു. ഇതൊന്നും ഞാൻ പറയാൻ വന്നല്ല കാശ്. ഇത് ഓക്കെ, മുന്നിൻ്റെ കാര്യം ഞാൻ കാണിച്ചു തരാം. അതെന്തായാലും ഇതായി, അതൊന്നും ചെയ്യാൻ കഴിയില്ല. ഗേൾഫ്രണ്ട് മാക്ക് കമൻറ്റിൽ പറയുന്നുണ്ട്, സ്റ്റോറി പറയുന്നുണ്ട്. ഈ പി സി ആരാ വാങ്ങി തന്നത്? അപ്പോൾ ഇത് എൻ്റെ ഉമ്മാൻ്റെ സ്വർണം ഞാൻ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ട് ആ പൈസക്ക് വാങ്ങിയ പി സി ആണിത്. ഓൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നീ ഒറ്റക്ക് പോയി ഊമ്പടാ മയിരെ, നീ എന്താവാൻ നമുക്ക് കാണാലോ എന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ വാങ്ങിയ ഇതാണത്. മനസ്സിലാവും? അല്ല, എനിക്ക് ഓൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് കാണിക്കാൻ താല്പര്യമില്ല. എനിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാന്നുള്ള ഒറ്റ ഇത് മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. മനസ്സിലായി? വേറെ ഒന്നും കാണിക്കാന്നുള്ള ഇത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അതിന് താല്പര്യമില്ല. മനസ്സിലായി? എനിക്ക് താല്പര്യമില്ല. ഞാൻ വന്ന കാര്യം ഞാൻ കാണിക്കാം. കുറച്ച് ദിവസമായിട്ട് ഞാൻ അനുഭവിക്കുന്ന കാര്യങ്ങളും ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. പണ്ട് എനിക്ക് ഫോണ് വാങ്ങി തന്നത് നിങ്ങൾ ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ഫോൺ വാങ്ങി തന്നത് ആരൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. എനിക്കൊരു ഇൻ്റർവ്യൂവിലാണ് അവൻ ഫോൺ വരുന്നത്. മനസ്സിലായി? ഇൻ്റർവ്യൂവിലാണ് എനിക്ക് ഫോൺ വരുന്നത്. അത് വാങ്ങിയ ഡേറ്റ് എന്ന് പറഞ്ഞാൽ നവംബർ 17 നവംബർ 17. മനസ്സിലായി? നവംബർ 11 ഇവൻ എനിക്ക് 200 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. നവംബർ 13 എനിക്ക് ഇവൻ 100 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നവംബർ 22 ഇവൻ എനിക്ക് 150 രൂപ അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഡിസംബർ 10 എനിക്ക് 4000 രൂപ എന്തോ ഇവൻ്റെ കാര്യത്തിന് വേണ്ടി എനിക്ക് അയച്ചെന്ന പൈസയാണിത്. മനസ്സിലായി? എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഒരു മിനിറ്റ്. നമ്പർ കാണിക്കില്ല, നമ്പറൊന്നും കാണിക്കില്ല. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പറഞ്ഞ ഫോണ് 45,000 രൂപ ഞാനും 5,000 രൂപ ഓന് കൂട്ടിയിട്ടും 5,000 രൂപ ഓൻ കൂട്ടിയിട്ട് 45,000 രൂപ ഞാൻ ഒരു ബേക്കറിയിൽ പണിയെടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ആ ബേക്കറി ഇപ്പോൾ ഇല്ല. കണ്ണൂരുള്ള പഴയ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയിൽ ഞാൻ വർക്ക് ചെയ്ത് 45,000 രൂപക്കാണ് ഞാൻ ഈ ഫോൺ വാങ്ങുന്നത്. മനസ്സിലായി? ഈ ഫോൺ വാങ്ങുന്നത്. ഓൻ എന്നോട് പറഞ്ഞു, ഷമീറെ, നിനക്ക് ഫോണ് നീ വാങ്ങുന്നതിൽ വലിയ കാര്യമില്ല, ഞാൻ നിനക്കൊരു ഫോൺ മേടിച്ചു തന്നു കഴിഞ്ഞാൽ അതിൽ ഭയങ്കര സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് എന്നെ ഇത്രയും കാലം പറ്റിച്ച് എങ്ങനെയാണോ അതേപോലെ എന്നെ പറ്റിച്ചു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഞാനത് വിശ്വസിച്ചു. ഈ പറഞ്ഞ പോലെ ഞാനതിൽ നിന്ന് കൊടുത്തു. അതിൻ്റെ തെളിവാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത്. മനസ്സിലായോ? ഈ പറഞ്ഞ പോലെ നവംബർ 17 ഇവനൊക്കെ അയച്ച പൈസ എന്ന് പറഞ്ഞാൽ നവംബർ 17 ഇവനൊക്കെ പൈസ അയച്ചിട്ടില്ല. അതിന് മുമ്പാണ് ഈ 100, 150 എനിക്ക് അയച്ചത്. മനസ്സിലായോ? സോ അത് പിന്നെ ഞാൻ അനുഭവിക്കുന്ന കുറച്ച് ദിവസമായിട്ട് ഈ പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും എല്ലാത്തിനുമുള്ള കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെ പല ആൾക്കാരും എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്. മനസ്സിലായോ? ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് എനിക്ക് പണ്ട് 26 ജൂലൈയിൽ മെസ്സേജ് അയച്ച ആളാണ് ഇവർ. പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താ അറിയോ? അതെ, സെയിം പേഴ്സൺ എനിക്ക് പിന്നെ അയച്ച മെസ്സേജ് എന്താ അറിയോ? മനസ്സിലാ? ഇതൊക്കെ അയ്യോ നിങ്ങൾ കാണുന്നില്ല. മനസ്സിലാ? ഇതൊക്കെയാണ് എനിക്ക് അയക്കുന്ന മെസ്സേജുകൾ. ഇതൊക്കെ ആരുണ്ടാക്കുന്ന ഹെയ്റ്റ് ആണെന്നും ഇതൊക്കെ ആര് ആണെന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാം.
മനസ്സിലാ. ഇതേപോലെ ഇങ്ങനെ പല ഇതും എനിക്ക് ഡെയിലി വരാറുണ്ട്, മനസ്സിലാ. മുനു ഓഡിയോ ഞാൻ കേൾപ്പിക്കാം. അത് അതിൻ്റെ ഇടയിൽ നല്ലതും വരാറുണ്ട് ഗൈസ്, നല്ലതും വരാറുണ്ട്. ഞാൻ കുറ്റം മാത്രം എടുത്ത് പറയുന്നില്ല, നല്ലതും വരാറുണ്ട്. ഷമീർ, എൻ്റെ പേര് ഏഞ്ചൽ, ഞാനൊരു ഓസ്ട്രേലിയയിൽ നിന്ന് ഉള്ള നിങ്ങളുടെ OGMRGയുടെ വ്യൂവറാണ്. ഈ എല്ലാ ലൈവും കാണും. ടൈം ഡിഫറൻസ് കാരണം നിങ്ങളെ ലൈവ് കഴിയുമ്പോൾ ആണ് കാണാൻ പറ്റാറ്. നിങ്ങൾ കാരണം എനിക്ക് കുറേ ആങ്സൈറ്റി ഡിപ്രഷനൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ഐ ഹാവ് ബീൻ വാച്ചിങ് ഓൾ യുവർ ലൈഫ്സ്. ഇപ്പോൾ കുറേ പ്രശ്നങ്ങളിൽ കൂടെ ആണ് പോകുന്നതെന്ന് എനിക്കറിയാം. ബട്ട് ട്രസ്റ്റ് മീ, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന വിശ്വസിക്കുന്ന എന്നെ പോലെ കുറേ വ്യൂവേഴ്സ് ഉണ്ട്, കൂടെ കുറേ ഹേറ്റേഴ്സ് ഉണ്ടാകും. അങ്ങനത്തെ ഒരു ഫീൽഡാണിത്. ബട്ട് ഇറ്റ് ഷുഡൻറ്റ് സ്റ്റോപ്പ് യു, ഡു വാട്ട് ഫീൽസ് റൈറ്റ് ഫോർ യു. ഇനിയും കൂടെ ഉണ്ടാവും, മനസ്സിലായി. ഇതുപോലുള്ള കുറച്ച് ആൾക്കാർ എനിക്ക് കൂടെ ഉണ്ട്, മനസ്സിലാവും. ഈ പറഞ്ഞ പോലെ ഇതുപോലെ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ, ഇതുപോലെ എൻ്റെ ഉമ്മാക്കും ഉപ്പാക്കും ഒന്നും അറിയാത്ത അവരെ തെളിവിറിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ലാതെ നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്, മനസ്സിലാവും. അല്ലാത്ത ആൾക്കാരും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അവരെ എനിക്ക് ബോധിപ്പിക്കണം. അവർ രണ്ടാളും എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ മുമ്പിൽ ഞാനൊരിക്കലും അവർക്ക് മനസ്സിലാവണം ഞാൻ ആരാന്നുള്ളത്. അതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ ഇതാക്കിയത്. പിന്നെ മുനുവിൻ്റെ കാര്യം ഞാൻ കുറച്ച് കേൾപ്പിക്കാം. ഒരു 1-2 മിനിറ്റ് ഞാൻ കേൾപ്പിക്കും, മനസ്സിലാവും. ഞങ്ങൾക്ക് കുറേ കേൾപ്പിക്കാൻ പറ്റൂല, പറഞ്ഞല്ലോ. ഇതെങ്കിലും നിങ്ങൾക്ക് ഇനി വിശ്വാസം ആകുമോ? ഇതും ഇനി സ്ക്രിപ്റ്റാന്ന് നിങ്ങൾ പറയുമോ? നിങ്ങൾ പറയും, കാരണം നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ബുദ്ധി ഇല്ല ഗൈസ്. അതാണ് നിങ്ങളെ പ്രായം. ചിലപ്പോൾ നിങ്ങളെ പ്രായം അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ പൈസ എന്താ, ഇതെന്താ, അതെന്താ ഒന്നും അറിയണ്ടാവില്ല. നിങ്ങളൊരു ബ്ലൈൻഡായിട്ട് ഒരു പേഴ്സണിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ തോന്നാനുള്ള കാരണം, മനസ്സിലാവും. അപ്പോൾ സോറി ഷമീർ, സോറി ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ചിന്തിക്കാനുള്ള ഇതല്ല. അവരെ പ്രായം അതുകൊണ്ടായി അവർ ഈ കണ്ടതും ഇതാക്കിയതും ഇത്രയും നാൾ ഫീഡ് ചെയ്തൊക്കെ കൊടുത്ത കുറച്ച് കാരണങ്ങളുണ്ട്. പല ആൾക്കാരുടെ ലൈവിലും പല ആൾക്കാരും ഫീഡ് ചെയ്ത് കൊടുത്ത തെറ്റായ ധാരണകളുണ്ടാവും. അതുകൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഈ പറഞ്ഞ പോലെ എന്നെ തെറി വിളിക്കാൻ അവർക്ക് അറിയൂ. അത് അവർ ഉപയോഗിക്കുകയാണ്, അവർ നിങ്ങളെ ഉപയോഗിക്കുകയാണ്. 5, 10, 15 പ്രായം നിങ്ങൾക്ക് ഉണ്ടാവും, പക്ഷെ നിങ്ങൾ അവർ ഉപയോഗിക്കുകയാണ് ഗൈസ്. നിങ്ങൾ അവരെ തെറി വിളിക്കാനും ഈ പറഞ്ഞ പോലെ ഷമീറിനെതിരെ ഹെയ്റ്റ് കൊടുക്കാനും ഷമീറിനെ ഇതാക്കാനും ഓനെ തളർത്താനും വേണ്ടി നിങ്ങളെ അങ്ങനെ ആക്കിയെടുക്കുന്നേ ഗൈസ്. അത് ഓരോ നന്മ കളിച്ചിട്ടും ഓരോ ഇത് പറഞ്ഞിട്ടും നിങ്ങൾ അങ്ങനെ ആക്കിയെടുക്കുന്നതെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലായി. അത് നിങ്ങളെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അതിൽ ഞാനൊന്നും പറയുന്നില്ല, അത് നിങ്ങളെ പ്രായത്തിൻ്റെ പ്രശ്നമാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു പ്രായം വരും. നിങ്ങൾക്കൊരു 5, 6 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പൈസ എന്താന്ന്. ഈ പറഞ്ഞ പോലെ കൂടെ നിൽക്കുന്ന സുഹൃത്ത് ചതിക്കുമ്പോൾ എന്താ, അല്ലെങ്കിൽ നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മളെ കൂട്ടം ചേർന്ന ആൾക്കാർ ആക്രമിക്കുമ്പോഴുള്ള ഇതെന്താ, നമുക്ക് തെറിവിളി ഡെയിലി ഈ പറഞ്ഞ പോലെ നമ്മൾ ഇഷ്ടപ്പെട്ടവർ ലവ് യു എന്ന് പറഞ്ഞവർ പിന്നെ നമ്മൾ പോടാ തായോളിയിൽ നിന്ന് നമ്മളെ തിരിച്ചു വിളിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ എന്താ, ഇതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല ഗൈസ്. അത് ഞാൻ അന്നേ പറഞ്ഞ കാര്യമാണ്. നിങ്ങളെ ഞാൻ പറയില്ല. നിങ്ങൾ എൻ്റെ അച്ഛനെ വിളിച്ചാലും ഇത് വിളിച്ചാലും ഞാൻ കേട്ടിരിക്കുന്നത് എന്താ അറിയോ? എനിക്കറിയാം നിങ്ങൾക്കിത് അറിയില്ല. നിങ്ങളെ പല ആൾക്കാരും ഉപയോഗിക്കാം, മനസ്സിലാ. നിങ്ങളെ നന്മയുടെ രീതിയിൽ നന്മയുടെ ഇതിൽ അവർ മാന്യന്മാരായിട്ട് അവർ മാന്യതയുടെ രൂപം നടിച്ചുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളവരെ കുറേ നാൾ കാണുന്നതുകൊണ്ടും അല്ലെങ്കിൽ നിങ്ങളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടും നിങ്ങൾ അവരെ വിശ്വസിക്കുന്നതാണ് ഗൈസ്, മനസ്സിലാ. നിങ്ങളവരെ വിശ്വസിക്കുന്നതാണ്. നിങ്ങൾക്ക് സത്യം അറിയില്ല, നിങ്ങളവരെ വിശ്വസിക്കുന്ന. അപ്പോൾ അവർ എന്താണോ നിങ്ങൾക്ക് ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്നത് ഡയറക്റ്റായിട്ട് അവർ ഇഞ്ചെക്റ്റ് ചെയ്ത് തരില്ല. അവർ നിങ്ങൾക്ക് സ്ലോലി ഇങ്ങനെ ഉള്ളിലൂടെ ഇഞ്ചെക്റ്റ് ചെയ്ത് തരും, മനസ്സിലാ. ആ ഇഞ്ചെക്റ്റ് ചെയ്ത് തരുന്ന കാര്യം അറിയാതെയാണ് നിങ്ങൾ എന്നെ വന്ന് തെറി വിളിക്കുന്നത്, എൻ്റെ ഉപ്പാക്ക് വിളിക്കുന്നത്, എൻ്റെ ഉമ്മാക്ക് വിളിക്കുന്നതും എല്ലാം നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. അതങ്ങനെ ഞാൻ കാണുകയും ചെയ്യും, മനസ്സിലാ. ഞാൻ കേൾപ്പിക്കാം. അല്ല, ഇത് കേൾപ്പിക്കുന്ന സമയത്ത് അവരും കൂടി വരട്ടെ. ആദ്യം നമുക്ക് മമ്മുവിനെ വിളിക്കാം, എന്നിട്ട് ഞാൻ കേൾപ്പിക്കാം. വെയിറ്റ്. നിങ്ങൾ എന്നോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഷെയ്ഖിനെ ഇത്ര ഇതാക്കുന്നത്, എന്തിനാ അവനോട് നീ വെറുപ്പ് വെക്കുന്നത്? കാരണം നിങ്ങളെ മുമ്പിൽ നിങ്ങൾ കാണുമ്പം ഷെയ്ഖ് നല്ലവനാ അല്ലേ? ഷെയ്ഖ് നല്ലവനാ. ഓൻ ഗ്യാങ്ങിന് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, ഓൻ എന്തൊക്കെയോ അങ്ങനെ ചെയ്തിട്ടുണ്ട്, എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അത് ഇവിടെ വരാൻ വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. അൾട്ടിമേറ്റ്ലി അത് ഓന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രം, അല്ലെങ്കിൽ ഓന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് ഒരിക്കലും ഞാൻ പറയൂല. ഓന് അതിൻ്റെ ബാക്കിൽ ഓന് കുറച്ച് കാരണങ്ങളുണ്ടായിരുന്നു. അതിന് ഓന്
ഓൻ്റെ ബാക്കിൽ കുറച്ച് കാരണങ്ങളുണ്ടാവും. ഓൻ ഈ പറഞ്ഞ പോലെ ഫെയിം ആണെന്ന് പണ്ട് മുതലേ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എന്നോട് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഓൻ സമ്മതിക്കില്ലായിരിക്കും. ഞാൻ പറയാം, എന്നോട് 1000 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഷമീറ എങ്ങനെയെങ്കിലും ഫേമസ് ആകണം, എൻ്റെ കയ്യിൽ പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് പൈസ അല്ല, ഈ പറഞ്ഞ പോലെ 4 ആൾ അറിയപ്പെടണം, നിങ്ങളൊക്കെ പുറത്തിറങ്ങുമ്പോൾ ഫോട്ടോ എടുക്കുന്ന പോലെ എന്നെയൊക്കെ ഇതാക്കണം, അങ്ങനെയൊക്കെ എന്നോട് പറഞ്ഞ കാര്യം. എന്നോട് പറഞ്ഞ കാര്യം അതൊക്കെ. അതിന് എന്നെക്കൊണ്ട് പറ്റാവുന്ന അത്ര സപ്പോർട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കിയാലും മുമ്പത്തെ എൻ്റെ ലൈവ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്കത് മനസ്സിലാവും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ ഈ പറഞ്ഞ GT എന്ന് പറഞ്ഞ ഇതിലോ എവിടെയാണെങ്കിലും എന്നെക്കൊണ്ട് എന്തൊക്കെ പറ്റുന്നോ, എന്നെ 4 ആൾ അറിയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലൂടെ ബാക്കിയുള്ളവരെയും കൂടി 4 ആൾ അറിയപ്പെട്ടതെന്നുള്ള ഇത് ഞാൻ ചിന്തിച്ചു. മനസ്സിലായോ? അതാണ് പിന്നെ മാറ്റിയപ്പോൾ എനിക്ക് വിഷമം വന്നത്. മനസ്സിലായോ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഇവനെ ഹേറ്റ് ചെയ്തു. ഞാൻ പറയാൻ പറ്റും, ഇവൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മമ്മൂനെ തൊപ്പി ഇത് ചവിട്ടുന്നത്. മനസ്സിലായി? ഇവൻ്റെ വീട്ടിൽ നമ്മൾ നിൽക്കുന്ന സമയത്താണ് ഈ പറഞ്ഞ പോലെ എന്തോ പ്രൊമോഷൻ ചെയ്യാനോ എന്തോ പറഞ്ഞപ്പോഴാണ് ചവിട്ടുന്നത്. അപ്പം ഇവൻ മുമ്പിലുണ്ട് ഗൈസ്. മനസ്സിലായോ? ഇവൻ മുമ്പിലുണ്ട്. ഇവൻ ചിരിക്കാം. മനസ്സിലാ? തൊപ്പി എന്താ പറയുക, ദേഷ്യത്തിൽ നിന്ന് ഇവനെ ഇതാക്കുമ്പം മമ്മൂനെ മുഖത്ത് ചവിട്ടുന്നതുകൊണ്ട് ഈ നാറ് ചിരിക്കുക ചെയ്തത്. മനസ്സിലാ? അതെനിക്ക് കൊള്ളും. അതെനിക്ക് കൊള്ളും. കാരണം എൻ്റെ കൂടെയുള്ളവരാ ഞാൻ അങ്ങനെ കാണുന്നവനാ. അപ്പം എനിക്കത് കൊള്ളും. മനസ്സിലാ? അപ്പോൾ ആ പറഞ്ഞ പോലെ അങ്ങനത്തെ അവൻ ഈ പറഞ്ഞ പോലെ ഈ വലിയ നന്മയും ഇതും പറയുമ്പം എനിക്കറിയാം അവൻ്റെ ഉള്ളിൽ എന്താന്നുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഉമ്മാൻ്റെ ഒക്കെ ഇതൊക്കെ വിറ്റ് എങ്ങനെയെങ്കിലും ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ ഇവിടെ വന്ന് ഇവിടെ കൊച്ചിയിലേക്ക് മാറി ഇവിടെ ഒരു വീടെടുത്ത് ഞാൻ വന്നു. അത് ഞാൻ പിന്നെ പറയാം. അത് വേറൊരു സംഭവമുണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ഇവർ പറയട്ടെ. ഇവർ ചിലപ്പോൾ നാളെ ഇതിനൊക്കെ പല ഇതുകളും കണ്ടുവരും. മനസ്സിലായി? ഇവർ നാളെ ഇതൊക്കെ പഠിച്ച് ഇവർ 10-50 ആൾക്കാർ ഇതിനൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പഠിച്ച് സെറ്റാക്കിയിട്ട് ഇവരൊരു വരുത്ത് വരാനുണ്ട്. എന്തൊക്കെയോ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരൊരു വരുത്ത് വരും. അപ്പോൾ അവർ വരട്ടെ. അപ്പോൾ എന്നിട്ട് ഞാൻ അതൊക്കെ കാര്യങ്ങളൊക്കെ പറയാം. അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിനെയും കൂടി കൺവേർട്ട് ചെയ്യും. അതുകൊണ്ട് അത് വേണ്ട. അതുകൊണ്ട് അതങ്ങനെ നിൽക്കട്ടെ. മനസ്സിലായി? അതങ്ങനെ നിൽക്കട്ടെ. എന്നിട്ട് ഞാനാണ് ഈ പറഞ്ഞ പോലെ ഇത് കണ്ടിട്ട് റാംബോക്ക് വിഷമം ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യത്തിൽ റാംബോക്കും എനിക്കും ഒരേപോലെ വിഷമം ഉണ്ടായിട്ടുണ്ട്. റൂമിൻ്റെ പുറത്ത് ഞാൻ റാംബോനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, റാംബോ, നമ്മൾ കൂട്ടത്തിലുള്ള ഒരുത്തനാണ്, ഓനെ ഇങ്ങനെ ഇതാക്കുമ്പോൾ നമുക്കത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല, നീ പറഞ്ഞേ പറ്റൂ. കാരണം നമുക്കത് പറയാനുള്ള ഇതോ ഒന്നും ഇല്ല. മനസ്സിലായി? ഫോർച്യൂണർ ഓണർ ഞാനാ. അത് എന്നെ ഇതാക്കുകയായിരുന്നത് ഈ ഒരു ബിനാമി വേണമല്ലോ. ഈ പറഞ്ഞ പോലെ വണ്ടി എന്തെങ്കിലും മുമ്പത്തെ വണ്ടി പിടിച്ചത് എന്തോ ഡ്രഗ്സിൻ്റെ കേസിലാണ് വണ്ടി പിടിച്ചത്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും പിടിച്ചാലോ അല്ലെങ്കിൽ വേറെ ആരെയും കൊണ്ട് എന്തെങ്കിലും പറ്റിയാലോ ഈ പറഞ്ഞ പോലെ അത് എന്നെയല്ല ബാധിക്കത്തുള്ളൂ, ഓനെ ബാധിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു ബിനാമിയായിരുന്നു ഞാൻ. ആടി ഞാൻ പൊട്ടനായി. ഞാൻ പറ്റിക്കപ്പെട്ടു. മനസ്സിലായി? ഞാൻ ആദ്യം മമ്മൂനെ വിളിക്കട്ടെ.